ഹായ്, എല്ലാവർക്കും നമസ്കാരം. മണ്ഡലകാലമൊക്കെയല്ലേ, മാലയിട്ട് 41 ദിവസം വ്രതമെടുത്ത് മലയ്ക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ കാണാം. എല്ലാവരും കാണണേ. എന്താ ചേച്ചി? മോനെ, നിങ്ങൾ ഈ പ്രാവശ്യം മലക്ക് പോകുമ്പോ ഞങ്ങളെയും കൂടി അങ്ങ് കൊണ്ടുപോകും. അവൾക്ക് 10 വയസ്സ് തികയുന്നേനെ. അടുത്ത കൊല്ലം തൊട്ട് അവൾക്ക് പോകാൻ പറ്റൂലേ. അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയല്ലേ. വിരോധം ഇല്ലെങ്കിൽ ഞങ്ങളെ കൂടി ഒന്ന് കൊണ്ടുപോകാൻ. അത് പിന്നെ സീറ്റിന്റെ കാര്യം ഞാനും വേറെ പണിയൊന്നുമില്ലേ? അനുവണ്ണനെ നടക്കാൻ വയ്യ. അപ്പോഴാണ് വയസ്സായ ചേച്ചിനെ ആ കൊച്ചിനെയും കൊണ്ട് പോകാൻ പോണം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുക്കല്ലേട്ടാ. ഓ രക്ഷപ്പെട്ടു. എന്തു പറ്റി? മുഖത്തൊരു വിഷമം? ഒന്നുമില്ലടോ മോനെ, മോളെയും കൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ സാധിക്കണില്ല. അതാണ് ഇത്ര വലിയ പ്രശ്നം. ഞാൻ നാളെ രാവിലെ ഒറ്റയ്ക്കാ മലയ്ക്ക് പോകുന്നു. വേറെ ആരുമില്ല. എന്റെ ഇവിടെ വരെ റെഡിയാണ്. അപ്പോ നാളെ രാവിലെ അമ്പലത്തിൽ അവിടെ നമ്മൾ നേരെ ശബരിമല അയ്യപ്പനെയും കണ്ട് അഭിഷേകം കണ്ട് തൊഴുത് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ ആണോ? സന്തോഷം ഇട മോനെ. ഞാൻ മോളോട് ഒന്ന് പറയട്ടെ ട്ടാ. അയ്യപ്പനെ കണ്ടപ്പോ സന്തോഷമായോ? മനസ്സ് നിറഞ്ഞു മോനെ. കൊച്ചുമോളെ ശബരിമല ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. പക്ഷേ ഇനി അയ്യപ്പനെ കാണണമെങ്കിൽ ഒരുപാട് വർഷം കഴിയണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, മാലൂരാനായിട്ടും കൂടെ നടന്നോ. ഞാൻ വണ്ടി ഒന്ന് ഇട്ടിട്ട് വരാം. മലയ്ക്ക് പോയിട്ട് വന്നാ മോളിപ്പുറം. സ്വാമിയേ ശരണമയ്യപ്പ. ഹലോ, നിങ്ങൾ മലയ്ക്ക് പോയിട്ട് എങ്ങനെയുണ്ടെന്ന്? കലിയുഗവരതനായ ശ്രീധർമ്മശാസ്താവിനെ കാണാൻ വേണ്ടിയുള്ള അമ്മയുടെയും കൊച്ചുമോളുടെയും രാവിലെ എത്തിയുള്ളൂ. ആഗ്രഹം അയ്യപ്പൻ തന്നെ സാധിച്ചു. കണ്ടു നോക്കൂ വീഡിയോ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണം.